ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാ ടേസ്റ്റ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മീൻ തിളപ്പിച്ചതാണ്. വേളൂരിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: വേളൂരി 1/2 കിലോ, ഉള്ളി 15 എണ്ണം ചെറുതായി അരിഞ്ഞത്, ഒരു വലിയ തക്കാളി, പുളിയുള്ള തക്കാളി എടുക്കുന്നതാണ് നല്ലത്, കറിവേപ്പില, 3 പച്ചമുളക്, ഇഞ്ചി ഒരു വലിയ കഷ്ണം ചതച്ചത്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ ആവശ്യത്തിന്, വിനാഗിരി 1.5 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് തയ്യാറാക്കാം. അതിനായി ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ശേഷം ഉള്ളി നന്നായി വഴറ്റാം. ഇപ്പോൾ ഉള്ളി നന്നായി വഴറ്റിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചി ചതച്ചതും കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി വഴറ്റാം. നന്നായി വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കറിക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് തിളക്കാൻ വേണ്ടി മൂടി വയ്ക്കാം. നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഈ മീൻകറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മളിതിൽ കുടംപുളി ആഡ് ചെയ്യുന്നില്ല, പകരം പുളിയുള്ള തക്കാളിയും വിനാഗിരിയുമാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മീനും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചെറിയ മീനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ മീനെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ്, കൂടാതെ വളരെ ടേസ്റ്റിയുമാണ്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഈ മീൻ കറി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കൂടാതെ അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ പ്രസ് ചെയ്താലേ ഞങ്ങൾ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്